ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വരാം. സൂസൻ സിസ്റ്റർ വായിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം ചാപ്റ്റർ 21 വേഴ്സസ് 15 to 17. സൂസൻ ഉണ്ടല്ലോ. സിസ്റ്റർ മ്യൂട്ടിലാണ്. സൂസൻ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യണം. മ്യൂട്ടാന്നൊന്ന് കണ്ടില്ല. ഓക്കെ. അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവരോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. നീ ഞങ്ങളെ കേൾപ്പിച്ച കർത്താവേ, നീ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചല്ലോ കർത്താവേ. അത് ശിമയോനോടല്ല, ഞങ്ങളോട് ഓരോരുത്തരോടുമാണ് ചോദിച്ചിരിക്കുന്നത്. റിയലി ഡു യു ലവ് മീ? ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന കർത്താവേ, നീ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ തന്നെയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള, വായിച്ചു പോയിട്ടുള്ള വളരെ കനമേറിയ ഒരു ഭാഗമാണ്. നമ്മുടെ ഈ പുതിയ ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഈ സുവിശേഷങ്ങളെല്ലാം ചുമന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അത് കാണുമ്പോഴേ ഒരു പേടിയാണ്. കർത്താവ് പറഞ്ഞ അതേ വാക്കുകളെല്ലാം, ഒരുപക്ഷെ നിങ്ങളുടെയിലും അങ്ങനെയുള്ള ബൈബിള് കാണും. ആ ചുമന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ഈ ഭാഗം ചിന്തിക്കണമെങ്കിൽ കർത്താവിന്റെ ഒരു 18-ാം അധ്യായം തൊട്ട് 21-ാം അധ്യായം വരെ നിങ്ങൾ വായിക്കണം. 18-ാം അധ്യായം തൊട്ട് തന്റെ ക്രൂശ്, മരണം, താൻ സഹിച്ച പീഡനം, കഷ്ടത, പ്രയാസം, ആ ദുഃഖത്തിലുള്ള ആ വഴിയിലൂടെയുള്ള ആ ഗോൽഗാത്തോടുള്ള യാഗം, അവനെ ക്രൂശിക്കുന്നതായിട്ടുള്ള അവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന ഭാഗങ്ങള്, പീലാത്തു ആ സമയത്തും യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പീലാത്തോസ് ആ വലിയ സമൂഹത്തിന് ഇടയിൽ വെച്ച്, നമ്മുടെ മലയാള ഭാഷ പറയാമെങ്കിൽ ഒരു ചമ്മി എന്ന് പറയാം. കാരണം പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, നിന്നെ വിട്ടയപ്പാനും നിന്നെ ശിക്ഷിക്കാനും എനിക്ക് കഴിവുണ്ടെന്ന് വെച്ചാൽ ഞാൻ വലിയൊരാളാ, നീ ആരാന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ അങ്ങനെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പം തമ്പുരാൻ പറഞ്ഞു, ഉയരത്തിരുന്ന് എന്റെ പിതാവ് നിനക്ക് അധികാരം തന്നിട്ടില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മുടെ കുറെ ഭൂമിയുണ്ട്, ഒരുത്തൻ കൈവശം വെച്ച നമ്മുടെ അപ്പന്റെ വകയാ. എന്നിട്ട് അവൻ നമ്മോട് പറയുക, നീ ഇതിനകത്ത് കയറി പോകരുത്, അങ്ങനെ ഇത് എന്റെ പുരയിടം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പറയടാ, എന്റെ അപ്പൻ ഇത് നിനക്ക് തന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് അവിടെ ആ പുരയിടം എന്ന് പറയുന്നത് സെയിം തിങ്. നമുക്ക് അധികാരം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ പീഡനം കഷ്ടം സഹിച്ചൊക്കെ കഴിഞ്ഞ് കർത്താവ് മരിച്ച് അരിമത്യ ജോസഫിന്റെ കല്ലറയിൽ, അത് പ്രത്യേകമായി പറയുന്നത്, ആരും അത് പ്രതീക്ഷിച്ചില്ല. ക്രൂശിൽ നിന്ന് വലിച്ചെറിഞ്ഞ ആ ഗോൽഗോത്തായുടെ താഴ്വരയിൽ കുഴിയിൽ ഈ അവിടോട്ട് വലിച്ചെറിയുമെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരുന്നത്. എന്നാൽ ഒരു ശിഷ്യൻ വന്ന് കാലിന്റെ മുട്ട ഓടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവൻ മരിച്ചിട്ടില്ല എന്നറിഞ്ഞു. അങ്ങനെയാണ് ക്രൂശിൽ നിന്ന് മരിച്ചില്ല എന്നറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ തലയോടിടുന്നുള്ള ആ കുട്ടികൾ എറിഞ്ഞു കളയുന്ന ആ ഭാഗത്തേക്ക് കർത്താവിനെ എറിഞ്ഞു കളയുവാൻ സാധ്യതയുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആ കഷ്ടതയും ഒക്കെ കഴിഞ്ഞ് ആ റോമാ സാമ്രാജ്യം അവർ നേരത്തെ പറഞ്ഞു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് പണിയെന്നൊക്കെ ഇങ്ങനെ ഒരു ഊഹാമുഖം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അധികമായിട്ട് അവനെ സീല് വെക്കുകയാണ്. അപ്പൊ റോമാ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്ര വെച്ച കല്ലറ അടച്ചിട്ട് ഇതാ 3-ാം നാട് അവനോട് മറിയാധികാരത്തെ വന്നു. അവൾ ഭയന്നു പോയി. അവർ ദൂതന്മാരെ കണ്ടപ്പോൾ ചോദിച്ചു, യജമാനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ എടുത്തുകൊണ്ട് പോവാം. അവൾ നോക്കിയപ്പോൾ ഈ തുണി മാത്രമേ കാണുന്നുള്ളൂ. അപ്പോഴാണ് റെബൂനി എന്നൊരു ശബ്ദം. അവൾ മനസ്സിലാക്കിയത് എന്റെ ഗുരുവാണെന്ന്. അങ്ങനെ കർത്താവിന്റെ പ്രത്യക്ഷത അവള് നേരിൽ കണ്ടിട്ട് ഈ ലോകത്തെയൊക്കെ അറിയിക്കുവാൻ അവിടെ മുതലാണല്ലോ സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞിട്ട്
കർത്താവ് 7 ശിഷ്യന്മാരുടെ കൂടെ മൂന്നാമത് പ്രത്യാശപ്പെടുന്ന ഒരവസരമാണ്. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത് ഒരു അത്ഭുതമാണ്. അവിടെ രാത്രിയിൽ അവർ മീൻ പിടിച്ചൊന്നും കിട്ടാതിരുന്ന അവസരത്തിൽ ഒരാൾ വന്ന് പറഞ്ഞു വലത് സൈഡിലോട്ട്. യേശു വന്ന് അവർക്ക് മനസ്സിലായില്ല. ശിവനന്തരം മനസ്സിലായില്ല. കർത്താവായി വന്ന് പറയുന്നു വലത്ത് വശത്തേക്ക് വല വീശി പെരുത്ത മീൻ കിട്ടിയപ്പോൾ അവന് മനസ്സിലായി ഇത് കർത്താവിനല്ലാതെ ഇത് സാധ്യമാകത്തില്ല എന്ന് മനസ്സിലായി. കർത്താവ് വന്നറിഞ്ഞപ്പോൾ അപ്പോഴവന് മനസ്സിലായപ്പോൾ അവൻ നഗ്നനാണെന്ന് മനസ്സിലായി. അങ്കി അരയിൽ ചുറ്റി അവൻ വെള്ളത്തിൽ ചാടി എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത്രയൊക്കെ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് ഉയർത്തെഴുന്നേറ്റ എന്തിനാണ്? ഈ ഒരു ചോദ്യമാണ്. ഇതെന്ന് നമ്മൾ ഓരോരുത്തരോടുമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഡു യു റിയലി ലവ് മീ? നമ്മുടെയൊക്കെ പേര് പറഞ്ഞെടുത്ത് പറഞ്ഞാട്ട് ഉമ്മീസ് പാസ്റ്ററെ, നീ യഥാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കുട്ടിയമ്മ സഹോദരി, നീ എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? ഓ സൈമൺ ബ്രദർ, നമ്മൾ യഥാർത്ഥമായിട്ട് ഡു യു ലവ് മീ? ലവ് എന്ന് പറയുന്നതിന് ഒത്തിരി പല വിധത്തിലുള്ള സ്നേഹമുണ്ട്. നമ്മൾ പലരോടും സ്നേഹം കാണിക്കാറുണ്ട്. അപ്പനും അമ്മയുമായിട്ടുള്ള സ്നേഹമുണ്ട്, കുഞ്ഞുങ്ങളായിട്ടുള്ള സ്നേഹമുണ്ട്. പ്രേമിക്കുന്നവർക്ക് അഗാധമായ പ്രേമം ഉണ്ട്. അതും ഒരു സ്നേഹത്തിന്റെ ഉത്തമമായ ഭാഗമാണ്. നമുക്ക് മാതാപിതാക്കളുടെ ഗുരുക്കന്മാരോട് സ്നേഹമുണ്ട്, സമൂഹ വ്യക്തികളോട് സ്നേഹമുണ്ട്. നമ്മുടെ ഈ സ്നേഹത്തിന് വിവിധ തരം തലങ്ങളുണ്ട്. തമ്പുരാനോട് ചോദിക്കുന്ന ഡു യു റിയൽ? നീ യഥാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്നു? എന്നെ സ്നേഹിക്കുന്നവന്റെ ഒരു പ്രത്യേകത, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ അനുസരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിത്തെങ്കിൽ യു ഗോ ആൻഡ് ഷീപ് മൈ, എന്റെ ആടുകളെ മേയിക്കുക. ആടുകളെ മേയിക്കുന്നപ്പോൾ നാം പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു പറ്റം ആടുണ്ടായിരിക്കണം, ഒരു സംഘം ഉണ്ടായിരിക്കും. നമ്മളൊരു യോഗത്തിന് പോകുമ്പോൾ, നമ്മളൊരു സുവിശേഷ പ്രവർത്തനത്തിന് പോകുമ്പോൾ, ട്രാക്ട് കൊടുക്കാൻ പോകുമ്പോൾ, നമ്മളൊരു കൂട്ടായിട്ട് പോയിട്ട് ആടുകളെ അവരെ മേയിക്കുന്നതിന് ഉള്ള ശക്തി നാം ഉയർത്തി നിന്ന് ദാനം അത് പ്രാപിച്ചെടുക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ അങ്ങനെയാണ്. ഈ ലോകത്തില് അനേക ആൾക്കാർ ഒത്തിരി ലോക ചരിത്രം മുതൽ നമ്മൾ ഒത്തിരി വലിയ ആൾക്കാരെയൊക്കെ നമ്മൾ അവരെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അവരൊക്കെ വലിയ ആൾക്കാരാണെന്നൊക്കെ ലോകം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറവി ഉള്ള ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന്റെ ഒരു കഥ ഞാൻ പറയാം. അത് നടന്ന സംഭവമാണ്. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും മറവി ഉള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം എന്നും തന്റെ ജോലിക്ക് ട്രെയിൻ കയറി ഇങ്ങനെ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോഴ് ട്രെയിൻ കയറി അപ്പോൾ പതിവനുസരിച്ച് എല്ലാ പ്രാവശ്യവും TTR വന്നിട്ട് ഇങ്ങനെ ടിക്കറ്റ് ചോദിക്കും, ടിക്കറ്റ് കാണിക്കും, അങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു ദിവസം അദ്ദേഹം ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ TTR വന്നു ടിക്കറ്റ് ചോദിച്ചു. ടിക്കറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ടിക്കറ്റ് കാണാനില്ല. അദ്ദേഹം പോക്കറ്റിൽ നോക്കി കണ്ടില്ല, വാലറ്റ് എടുത്ത് അത് നോക്കി കണ്ടില്ല, കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു, അത് കണ്ടില്ല. എന്നിട്ട് TTR പറഞ്ഞില്ല, എനിക്ക് നിങ്ങളെ വർഷങ്ങളായിട്ട് അറിയാം, നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനല്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ TTR പിന്നെ അടുത്ത കമ്പാർട്ട്മെന്റിലോട്ട് പോയി. TTR പോയി കഴിഞ്ഞും ഈ മനുഷ്യൻ ഇങ്ങനെ മേളിൽ ഇരുന്ന ആ പെട്ടി എടുത്ത് അഴിച്ചിട്ട് അവിടെ എല്ലാം ഇങ്ങനെ പരതി നോക്കി തന്റെ ടിക്കറ്റ്. അതിലെ കൂടെ ഉള്ളവർ പറഞ്ഞു, ഇടും മനുഷ്യ, TTR പറഞ്ഞില്ലേ നിങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല, നിങ്ങൾക്ക് ഇറങ്ങി പോകാന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇതെല്ലാം വലിച്ചു വാരിയിട്ട് എന്തിനാണ് നിങ്ങളിത് തിരക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞില്ല, എനിക്കത് എന്റെ ടിക്കറ്റ് കണ്ടുപിടിച്ച് വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്തിനാന്ന് പലവട്ടം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഈ ടിക്കറ്റ് കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എവിടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓർമ്മയില്ല. അത് മറ്റാരുമല്ല, 18ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റൈന്റെ കഥയാണ്. അന്ന് ഏറ്റവും കൂടുതൽ IQ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ IQ ഉള്ളത് നമുക്കറിയാം. സൗത്ത് കൊറിയയിലെ യോങ് ഹൂൺ കിം എന്ന് പറയുന്ന മനുഷ്യനാണ്. അവനാണ് പറഞ്ഞത്, ആരാധനയ്ക്ക് ഒരു പുരുഷൻ യോഗ്യനാണെങ്കിൽ അത് യേശു മാത്രമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പലരും വായിച്ചു കാണും. ഇന്ന് ബുദ്ധി എന്തോ 276 ആണ് അവന്റെ സ്കോർ. രണ്ടാമത്തെ സ്കോർ എന്ന് പറഞ്ഞാൽ 2230 ഉള്ളൂ. അതൊരു ഓസ്ട്രേലിയൻ അമേരിക്കൻ, അത് പുള്ളി മാത്തമാറ്റിക്സിലാണ് അതിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 276 സ്കോറോട് കൂടി, പ്രത്യേകിച്ച് ഈ ആൽബർട്ട് ഐൻസ്റ്റൈനെ പിള്ളേർക്ക് ഇഷ്ടമല്ല. കാര്യം എന്താ പറയുക, ഈ ആൾജിബ്രായൊക്കെ കണ്ടുപിടിച്ച പുള്ളിയാണ്. ആൾജിബ്രായ അതുപോലെ മാത്തമാറ്റിക്സിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് സ്കോർ ചെയ്തേക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ. എത്രയോ കണ്ടുപിടുത്തങ്ങൾ ഈ ലോകത്തിന് വേണ്ടി കണ്ടുപിടിച്ച ബുദ്ധിമാനായ ഒരു മനുഷ്യനും
അദ്ദേഹത്തിന്റെ ഒരു യാത്രയിൽ ഒരു ടിക്കറ്റ്. അപ്പോൾ മനുഷ്യൻ എത്ര വലിയവനായാലും എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും, അതുകൊണ്ടാണ് ബൈബിൾ കൃത്യമായി പറയുന്നത്, ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം, അതിനപ്പുറം ഒന്നുമില്ല. നമ്മൾ പറയൂ, ഇന്നലെ ഞാൻ ആ ചായനോട് സംസാരിച്ചായിരുന്നു, അല്ല ഇന്നലെ ആ പെൺകുട്ടി ഞാൻ വഴി വെച്ച് കണ്ടതായിരുന്നു, കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് ഇതൊക്കെ പറയുമ്പോഴും ഏത് മനുഷ്യൻ നമുക്ക് നിലനിൽക്കാനുള്ളത് പ്രിയമുള്ളവര് ദൈവത്തിന്റെ ആശ്രയം മാത്രമേ ഉള്ളൂ. ഇവിടെ ദൈവം നമ്മളോട് ഇവിടെ ശിമയോൻ പത്രോസിനോട് 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയ കർത്താവ് അവിടെ ആദ്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, ശിമയോൻ പത്രോസ്, യോഹന്നാന്റെ മകനായ ശിമയോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. ഉവ്വ് കർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് ആൻസർ പറഞ്ഞു. അത് മതിയല്ലോ, പിന്നെ എന്തിനാ വീണ്ടും ചോദിച്ചത്? ഒരാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പിന്നെയും ചോദിക്കുന്നത്? പിന്നെ കർത്താവ് രണ്ടാമത് ചോദിക്കുമ്പോൾ രണ്ടാമത് വേറൊരു ഉത്തരവാണ് പറയുന്നത്. അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്റർ. യോഹന്നാന്റെ മകനായ ശിമയോനെ. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, ആദ്യം ആടുകളെ മേയ്ക്ക എന്ന് പറഞ്ഞു. മതി, പിന്നെ വായിക്കാം. അന്നേരം ആദ്യം പറഞ്ഞു ഉണ്ട്, സ്നേഹമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ രണ്ടാമത് പറയുന്ന, ഓ കർത്താവ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നല്ലോ, പിന്നെ അതിനാ ചോദിക്കുന്നത്? നീ ആദ്യം എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു നിനക്ക് പ്രിയമുണ്ട്, പിന്നെ നീ എന്നോട് എന്തിനാ ചോദിച്ചാൽ പ്രിയമുണ്ടോ എന്ന്? വീണ്ടും അതിന്റെ 17 വായിച്ചാട്ട് അടുത്ത വാക്യം. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ പറയും. അപ്പോൾ ഈ 3 പ്രാവശ്യവും വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് അവിടെ ശിമയോൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് കർത്താവ് നിനക്ക് അറിയാന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു, കർത്താവ് നിനക്കറിയാം, നീ സർവ്വം അറിയുന്നു, പിന്നെ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നു? ഞാൻ നിന്നെ പൂർണ്ണമായി അറിയുന്നു. കർത്താവ് നമ്മളെ കുറിച്ചും അറിയാനുള്ള മറ്റെല്ലാത്തിനെക്കാട്ടിലും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഡി യു റിയലി ലവ് മീ? ഡി യു ലവ് മീ എന്നല്ല നീ എന്നെ സ്നേഹിക്കുന്നു എന്നല്ല ചോദിച്ച്. അവിടെ പ്രാധാന്യമായിട്ടുള്ളത്, നീ യഥാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? യു റിയലി, ഇംഗ്ലീഷിൽ റിയലി ഇല്ല, നീ യഥാർത്ഥമായിട്ട് കൃത്യമായിട്ട് എന്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ? നീ കൃത്യമായിട്ട് എന്റെ വാക്കുകൾ പാലിക്കുന്നുണ്ടോ? കൃത്യമായിട്ട് നീ എനിക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നുണ്ടോ? കൃത്യമായിട്ട് നിനക്ക് എന്നോട് ഒരാൾക്ക് എന്നോട് താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ ഇവിടുന്ന് നാട്ടിൽ രാത്രി 1 മണിയായി, ഞാനിപ്പോ വിളിച്ചു പറയുക, ഓക്കെ, നാട്ടിലെ 2 ദിവസമായ അല്ലെ ചിറ്റിമാവനോട് വിളിച്ചു പറയാ, വാസ്തവേ, എനിക്ക് അവിടുന്ന് കായംകുളം വരെ പോയി ഒരു കാര്യം അത്യാവശ്യമായിട്ട് സാധിക്കണം, ഇവിടെ കൊണ്ടുപോകണം. അതിൽ ചിറ്റിമാവ് പാസ്റ്റർ പറയുക, പാസ്റ്റർ ഇവിടെ എനിക്ക് അവിടെ വരെ ഒത്തിരി ദൂരമാണ്, പോകാനും സൗകര്യമില്ല, അല്ലെ കാറില്ല, മറ്റേ ബസ് കയറി, ഇങ്ങനെ ഒരു വഴി. സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് കിട്ടുന്ന വാഹനം എടുത്ത് ഈ ചിറ്റിമാവ് പാസ്റ്റർ എന്നോടുള്ള ആ സ്നേഹത്തിന്റെ കൂടുതലുണ്ട്, ആ സ്ഥലത്ത് പോയി ആ കാര്യം സാധിച്ചത്. എന്നോട് സ്നേഹമുള്ളവൻ എന്റെ കൽപ്പന അനുസരിക്കും. അതിന് ചെറുതായിട്ടോ വലുതായിട്ടോ ഒന്നുമല്ല. ഡി യു റിയലി ലവ് മീ? യഥാർത്ഥമായിട്ട് നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ ഒരൊറ്റ പ്രയർ ലൈൻ പോലും മുടക്കത്തില്ല. യഥാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥന സമയം, ഇന്ന് ടി വിയിൽ ഒരാളുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. ബാംഗ്ലൂരിലുള്ള ഒരു 3-4 കോളേജൊക്കെ ഉള്ള ഒരു വലിയ കർണാടകത്തിൽ ജനിച്ചു വളർന്ന ഒരു മലയാളിയാണ് മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഇങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല. അവിടെ ആ നഴ്സിംഗ് സ്കൂളിൽ മുസ്ലിം കുഞ്ഞുങ്ങളുമുണ്ട്, അവരെല്ലാം 5 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് അതിൽ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഫോണിൽ ഇങ്ങനെ ടൈം സെറ്റ് ചെയ്തേക്കുക, 7 മിനിറ്റ് വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കും, 7 ടൈംസ്. അത് എവിടെയായിരുന്നാലും. ഇത് വേറൊരാൾ പറഞ്ഞു തന്നിട്ടൊന്നുമല്ല പ്രാർത്ഥന, ദൈവത്തോട് ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. വളരെ അദ്ദേഹം ഒരു കോടീശ്വരനാണ്. 2-3 കോളേജൊക്കെ ഉള്ള ആളിന്റെ സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞാൽ വളരെയധികം പണമുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിനും എന്നാൽ ഈ ഒത്തിരി കാര്യങ്ങൾ ഇടപെടാറുണ്ട്. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഒരു പക്ഷേ മീറ്റിംഗ് ആയിരിക്കും, അന്നേരമായിരിക്കും പ്രാർത്ഥിക്കുന്നതിനുള്ള ബെല്ലടിക്കുന്നത്. അന്നേരം അദ്ദേഹം അത് ഓർത്തുകൊണ്ടിരിക്കും, പ്രാർത്ഥനയ്ക്കുള്ള ബെല്ലടിച്ചല്ലോ, ഇനി ഞാൻ പോയി പിന്നീട് അത് കഴിഞ്ഞാൽ ഉടനെ പ്രാർത്ഥിക്കണം. ഇതാണ് ഇതാണ് ഒരു റിയലി ലവ് മീ. അങ്ങനെയാണെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, ശിമയോൻ പത്രോസിനോട് പറഞ്ഞൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ആടുകളെ മേയിക്കണം. നീ എൻ്റെ ആടുകളെ മേയിക്കണം. പ്രിയമുള്ളവര്, ആടുകളെ മേയിക്കുന്ന ആട്ടിടയൻ്റെ ഒരു സ്വഭാവമുണ്ട്. അവർക്കൊരു സവിശേഷതയുണ്ട്. അവർക്ക് ഈ പട്ടണങ്ങളിൽ നടക്കുന്ന ലോകവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. ആട്ടിടയൻ ഒരിക്കലും ചോദിക്കത്തില്ല ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച, അല്ലെങ്കിൽ ഇപ്പൊ സ്വർണ്ണത്തിന് എന്തോ വിലയുണ്ടെന്നോ. അവൻ ഈ ലോകവുമായിട്ട് വിട്ടൊന്ന് കാടിലോ മേച്ചിൽപ്പുറങ്ങളോ ഈ ആട് മാത്രമായിരിക്കും അവന്റെ ആത്യന്തികമായ ചിന്ത. ഇതിനെ ആരും കൊണ്ടുപോകില്ല, ഇതിനെ പരിപാലിക്കണം, ഇതിന് തക്ക സമയത്ത് തീറ്റയും വെള്ളവും ഒക്കെ കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി ആയിരിക്കും ഇടയനെ സംബന്ധിച്ചിടത്തോളം.
ഈ ലോകത്തിൽ നടക്കുന്ന പീഡനമോ കൊലപാതകമോ കാര്യങ്ങളോ അവനൊന്നും പത്രമൊന്നും വായിക്കുന്നില്ല. ഈയിടെ ആഹാരം കഴിക്കാനൊക്കെ കിട്ടത്തില്ല. കാട്ടുകായും ഒക്കെ കഴിച്ച് അവിടെ കാട്ടരുവിയിലെ വെള്ളമൊക്കെ കുടിച്ചാണ് ഈ ആടിനെയൊക്കെ തിന്നുന്നത്. പകൽ മുഴുവൻ ഇതിനോട് കൂടെ നിന്നാലും രാത്രിയിൽ ഈ ഇടയൻ ആടിന് വേണ്ടി കാവൽ നിൽക്കണം. കാരണം ദുഷ്ടമൃഗങ്ങൾ ഏത് സമയത്തും കടന്നു വന്ന് ഇതിനെ നശിപ്പിക്കുവാൻ കൊല്ലുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് തമ്പുരാനെ ആടുകളോട് വിളിച്ചു, ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തവൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് ആധികാരികമായിട്ട് പറഞ്ഞൊരു വ്യക്തി മറ്റ് ലോകത്തിലില്ല. ഇന്ന് ശാസ്ത്രമൊഴുക്ക് ദൈവത്തിന്റെ ബൈബിളിന്റെ സന്നിധിയിൽ തോറ്റിരിക്കുക. പണ്ടൊക്കെ ശാസ്ത്രം ബൈബിളിനെതിരായിരുന്നു, ബൈബിൾ എഴുതിയിരിക്കുന്നതൊക്കെ വിശ്വാസ്യമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെല്ലാം ഇന്ന് ഒന്നിച്ചു കൂടിയിട്ട് ബൈബിളിൽ പറഞ്ഞ പ്രവൃത്തികളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി നിറവേറിക്കൊണ്ടിരിക്കുന്നത്. മുക്കാലും കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിറവായി ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോവുകയാണ്. ഞാൻ പതിവായിട്ട് പറയാറുള്ള പോലെ ഒരു കൊച്ചു കുട്ടിയുടെ നിന്ന് പൊട്ടിപ്പോയ പട്ടം പോലെ ഈ ലോകം മൊത്തം കടന്ന് കറങ്ങുകയാണ്. ലോക നേതാക്കന്മാർ മൊത്തം കടന്ന് കറങ്ങുകയാണ്. ഒരു കാര്യത്തിന്, ഒരു പ്രശ്നത്തിന് ഒരു തീരുമാനമെടുക്കുവാൻ ഇത്രയും ബുദ്ധി രാക്ഷസന്മാരെന്ന് പറയുന്ന വ്യക്തികൾക്ക് സാധ്യമല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിന്റെ കാര്യം? കാരണം ഈ ലോകം അതിന്റെ വചന അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ലോകം മുന്നോട്ട് പോവുള്ളൂ. ഇത് നീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ്. പ്രിയമുള്ളവര്, ഇന്ന് ദൈവമക്കള് പോലും, പ്രത്യേകിച്ച് ഈ അമേരിക്കയിലൊക്കെ ഞങ്ങൾ കണ്ടുവരുന്ന കാര്യമാണ്. കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ പറയാമെങ്കിലും നമ്മുടെ സാമ്പത്തികമായ വിഷയം വരുമ്പോൾ അവരൊക്കെ അതിന് വളരെ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറ്. നമ്മൾ ആരെങ്കിലും കഴിഞ്ഞ ഓരോ ദിവസവും ഓരോ അടക്ക ശുശ്രൂഷകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇന്നും ബിനോയ് ബാസ് പറഞ്ഞ ആ ശുശ്രൂഷ നാളെ മലപ്പുറത്ത് നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ നടക്കുന്നിടത്ത് അവിടെ ഇന്ന് വരെയുള്ള സമ്പാദ്യത്തിൽ ഏതെങ്കിലും ഒരു പൈസ വല്ലോ ആ പെട്ടിയൊന്നും മുകളോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ വീട്, കാറ്, AC, കൂസി, എന്തെല്ലാം വലിയ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് പറഞ്ഞാലും, എത്ര പട്ടുമത്തെ കിടന്നെന്ന് പറഞ്ഞാലും, ഇതെല്ലാം ഈ ഷർട്ട് അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രം ഉരിഞ്ഞു കളയുന്നത് പോലെ 6 അടി മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് നിത്യജീവനെ പ്രാപിക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ എത്തേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം, പ്രിയമുള്ളവരെ 2 മിനിറ്റൂടെ, ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം പ്രവർത്തിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പില്ല, നമ്മൾ ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരിക്കുന്നു എന്ന് മാത്രം. മറ്റുള്ളവർ നമ്മൾ പറയും, ഓ മറ്റുള്ളവരെ അത് അറിഞ്ഞാൽ മോശം, മറ്റുള്ളവരെ അത് പറഞ്ഞു. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനല്ലായിരിക്കണം നമ്മുടെ ജീവിതം. കൃത്യമായിട്ട് തമ്പുരാനുമായിട്ട് ഒരു ഉടമ്പടി. നമുക്കറിയാം, സ്ട്രൈറ്റ് ലൈൻ രശ്മികളൊക്കെ അടിക്കുന്ന വളഞ്ഞല്ല. സൂര്യൻ ഒരു രശ്മി അടിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രൈറ്റ് ലൈനാണ് എന്ന് പറയുന്നുള്ള ഒരു ജീവിതമായിരിക്കണം. ദൈവവും ഞാനുമായിട്ടുള്ള ആഴമായ ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ പ്രശ്നമൊന്നും വരികയില്ല എന്നല്ല പറഞ്ഞത്, പ്രശ്നങ്ങൾ വരും. അത് നമുക്കൊരു പ്രശ്നമായി തോന്നത്തില്ല. ഉദാഹരണത്തിന് ക്രിസ്ത്യാനിസിനെ ഞാൻ എപ്പോഴും ഓർക്കാണ്. ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു. സമാധാനമായിട്ടിരിക്കുക. ഇതാര് കൊണ്ടുപോകാൻ? അതിലും കൂടുതൽ നഷ്ടപ്പെടുന്ന എത്രയോ വ്യക്തികളുണ്ട്. ഇത് അതിൽ കൂടുതൽ കൂട്ടിവെക്കുന്നവർ എത്രയുണ്ട്? ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തു. തമ്പുരാ പറയും 2 അടങ്ങി മാത്രം പറിക്കാൻ മതി. ഓരോരുത്തരും ആർത്തിയുള്ളവരൊക്കെ ചാക്കുകൾ ഇടാം, വാരിക്കൂടാ ഇഷ്ടം പോലുണ്ട് വെറുതെ കിടക്കുന്നു പറഞ്ഞ് വാരി വെച്ചു. പിറ്റേ ദിവസം അത് എന്താ നമ്മൾ വായിച്ചറിയുന്നത്? പുഴുവായിപ്പോയി. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തരുന്നതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കാൻ ഒക്കത്തില്ല. അത് നമ്മുടെ കുഞ്ഞുങ്ങളായാലും, നമ്മുടെ സമ്പത്തായാലും, നമ്മുടെ ധനമായാലും, നമ്മുടെ ആരോഗ്യമായാലും എല്ലാം ദൈവനാമത്തിന് മഹത്വം. അപ്പോഴൊക്കെയും ദൈവം എന്നോട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം നമ്മളോട് ചോദിക്കുന്നു. നമ്മുടെ പേര് വിളിച്ചിട്ട് ചോദിക്കും. ഇവിടെ നമ്മുടെ പേര് മാത്രമല്ല വിളിച്ച, തന്തയുടെ പേരുടെ കൂട്ടിച്ചേർത്താ വായിക്കുന്നത്. യോഹന്നാന്റെ മകനായ ശിമോനെ, നിങ്ങളുടെയൊക്കെ ഫാദർമാരുടെ പേര് എനിക്കറിയത്തില്ല, എന്നെ വിളിക്കുകയാണെങ്കിൽ പറയും, കൊച്ചാമ്പൂരിലെ ജോണിന്റെ മകനായ ജോൺ ഐസക് മാസ്റ്ററെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. വീട്ടുപേര് പറഞ്ഞ കാരണം ആള് മാറിപ്പോലെ. ജോൺ എന്ന് പറഞ്ഞാൽ ഒരു 110 ജോണുണ്ട് ഇവിടെ. അന്നേരം നമ്മൾ പറയാം എന്നോടല്ല. നമ്മൾ ദൂതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം എന്നോടല്ല, മറ്റേ ആളിനോട്, മറ്റേ സാറാമയോടാ ഇത് പറഞ്ഞെന്ന് പറയും. ഇതങ്ങനല്ല. പിതാവിന്റെ പേര് പറഞ്ഞിട്ട്, ഡി യു റിയലി എന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നു? 1 അല്ല 3 പ്രാവശ്യം. നമ്മൾ ലേലമൊക്കെ വിളിക്കുമ്പോൾ 1 തരം 2 തരം 3 തരം എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പിക്കുന്ന, അവനോട് ആ ഉറച്ച വാക്ക് കിട്ടുവാൻ വേണ്ടി, അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ആ ചോദ്യം നമ്മളോട് ചോദിച്ചത്. ഈ ചോദ്യം ഈ രാത്രിയിൽ ഈ പകലും നിങ്ങളെ വഴി നടത്തട്ടെ. നമുക്ക് ദൈവമായിട്ട് ഒരു പുതിയ ഉടമ്പടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി ദൈവവചനം കേൾക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും, ഈ വചനം കേൾക്കുന്ന നമുക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനും യോഗ്യമായി തീരരുത്. തമ്പുരാൻ മേളിൽ ചെല്ലുമ്പോൾ ചോദിക്കും, നീ എത്ര നമുക്കറിയത്തില്ല നമ്മൾ എത്ര പ്രസംഗം കേട്ടെന്താ. തമ്പുരാൻ അറിയാം, അതിന്റെ കണക്ക് അവിടെ ഉണ്ട്. എവിടെ വെച്ചൊക്കെ ഏതെല്ലാം സമയം നാം ദൈവസന്നിധിയിലായിരുന്നു, എവിടെ വെച്ചൊക്കെ എത്ര ദൂരം, ഒരു പാട്ടുള്ളൂ, എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം നീ എന്നെ കാത്തു നിന്ന്
നമ്മുടെ കാത്ത് പരിപാലിക്കുന്ന ഒരു ദൈവം. ആ ദൈവസ്ഥനെ നമുക്ക് താഴ്ത്താം. വീണ്ടും നമ്മളൊക്കെ പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് സമയമുണ്ടല്ലോ. എൻ്റെ സമയം ഞാൻ അരമണിക്കൂർ 5 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. സാരമില്ല. എനിക്ക് കൂടുതലായിട്ട് ഈ വിഷയത്തെ കുറിച്ച് പറയുവാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് അതിൽ കുറച്ച് ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദൈവം സഹായിക്കുകയാണെങ്കിൽ ഇനി ആവശ്യത്തിന് ബാക്കി പറയാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.